സഭാപ്രസംഗികളുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. പലപ്പോഴും നമ്മളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നമ്മുടെ പാപത്തിനും മറ്റുള്ളവരുടെ പാപങ്ങൾക്കും കാരണമാകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മുടെ വായെ വളരെയേറെ സൂക്ഷിക്കുക. അബദ്ധവശാൽ വന്നു എന്ന് പറയാനിടയാകരുത്. നമ്മുടെ വാക്ക് നിമിത്തം ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം നശിപ്പിക്കാനിടയാകരുത്. ദൈവത്തിൻ്റെ കോപം ഉണ്ടാകുവാനിടയാകരുത്. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെട്ട് പറയുന്ന വാക്കുകൾ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്കെതിരെ നുണ പറയുമ്പോഴും ആ വാക്കുകളും ദൈവം ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ ദേഹത്തിന് അത് പാപകാരണമായി തീരുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് എന്ന്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാനും ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.